ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനം രക്ഷയുടെ അൾത്താര എന്ന വിചിന്തനം നാം തുടരുന്നു. ഇനി മുമ്പോട്ട് ഏതാനും എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിക്കുന്നത് അപ്പസ്തോലന്മാരെ കുറിച്ചാണ്. 12 അപ്പസ്തോലന്മാര് അവരാരും സുഖിച്ച് ജീവിച്ചവരല്ല, സഹിച്ച് മരിച്ചവരാണ്. രക്തസാക്ഷിത്വത്തോളം അവരുടെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം ഉയർത്താൻ സാധിച്ചവരാണ്, വളർത്താൻ സാധിച്ചവരാണ് ഓരോ അപ്പസ്തോലനും. നമുക്ക് ഓരോ എപ്പിസോഡിൽ ഒന്നോ രണ്ടോ വ്യക്തികളെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് അവരുടെ ജീവിതം, അവരേറ്റെടുത്ത സഹനം, അവരേറ്റെടുത്ത മരണം, അതുമൂലം സഭയ്ക്കും ലോകത്തിനും ഉണ്ടായ നേട്ടത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അമ്മച്ചിയുടെ സാക്ഷ്യം ഞാൻ ഓർക്കുന്നു. അമ്മച്ചി പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഞാൻ ഈയിടെയായിട്ട് രക്തക്കണ്ണീർ കൊന്ത ചൊല്ലുന്നത് നിർത്തി. എന്താണെന്ന് ചോദിച്ചപ്പോഴാര് പറഞ്ഞേ, അത് ചൊല്ലുമ്പോഴെല്ലാം എന്തേലും സ്പെഷ്യൽ കോടാലിയ എന്ന് പറഞ്ഞാൽ സാധാരണയേക്കാൾ ഉയർന്ന സഹനത്തിൻ്റെ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഒന്നുകിൽ ആർക്കെങ്കിലും രോഗം വരും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കും. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ. അത് കാരണം ഇപ്പം എനിക്ക് പേടിയാണെന്ന്. ഈ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചവരല്ല അപ്പസ്തോലന്മാരാരും. നമുക്കറിയാം, യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായതാ. യോഹന്നാനും രക്തസാക്ഷി എന്ന് പറയാൻ പറ്റും. കാരണം തിളയ്ക്കുന്ന എണ്ണയിലേക്ക് അവനെ വലിച്ചെറിഞ്ഞതാണ്. പക്ഷെ ദൈവം പ്രത്യേകം സംരക്ഷിച്ചതുകൊണ്ട് എന്നിട്ടും മരിച്ചില്ല. പറയുണ്ട്, പിന്നീടും ആ ഒരു സംഭവത്തിന് ശേഷവും ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ. നമുക്കിന്ന് പത്രോസിൻ്റെ ജീവിതം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. പൗലോസ് അപ്പസ്തോലന്മാരുടെ ലിസ്റ്റിലില്ല, പക്ഷേ പൗലോസ് അപ്പസ്തോലൻ എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുക. വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പത്രോസിനും പൗലോസിനും കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പത്രോസ് അപ്പസ്തോലനെ പോലെ തന്നെ പൗലോസിനും വലിയ സ്ഥാനം ഇന്ന് സഭ നൽകിയിരിക്കുന്നത് കാണാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് ഈ സാമ്യങ്ങളെക്കുറിച്ച്, പത്രോസും പൗലോസും തമ്മിലുള്ള സാമ്യം മനസ്സിലാക്കിയിരിക്കാം. രണ്ടുപേരും ആത്മാവിൽ പൂരിതരായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:8 വായിച്ചാൽ, പീറ്റർ ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പത്രോസ് ആത്മാവിനാൽ പൂരിതനായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 13:9 വായിച്ചാലോ, പൗലോസ്, സാവൂൾ എന്നുകൂടി വിളിക്കപ്പെട്ട പൗലോസ് ആത്മാവിൽ പൂരിതനായിരുന്നു. രണ്ടുപേരും ആത്മാവിൽ പൂരിതരായിരുന്നവർ. രണ്ടുപേരും ജയിലിൽ കിടന്നവരാണ്. അപ്പോസ്തല പ്രവർത്തനം 5:19, 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളും ജയിലിൽ കിടക്കുന്ന പത്രോസിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ AD 57 കേസറിയായിൽ വെച്ച് ബന്ധനസ്ഥനായവനാണ് പൗലോസ്. 2 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നവനാണ്. പറയുന്നുണ്ട്, രണ്ടുപേരും ജയിലിൽ കിടന്ന ഒരു സാമ്യമുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈ രണ്ടു പേർക്കും ആത്മീയ നിർവൃതി പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഉണ്ടായി. അപ്പോസ്തല പ്രവർത്തനം 10 നമ്മൾ കാണുന്നുണ്ട്, പത്രോസിനുണ്ടായ ആത്മീയ നിർവൃതി. ഹി വെന്റ് ഇൻടു എ ട്രാൻസ്. 22-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 22:17 നമ്മൾ കാണുന്നുണ്ട്, പൗലോസിനും അതുപോലെ തന്നെ ഒരു ആത്മീയ നിർവൃതി ഉണ്ടായി. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു സാമ്യം. പത്രോസിന് മരിച്ചവനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റി, യേശു ചെയ്ത പോലെ തന്നെ. പൗലോസിനും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റി. പത്രോസ് തബീത്തായെ ജീവനിലേക്ക് കൊണ്ടുവരുന്നു. പൗലോസ് യൗത്തിക്കോസിനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്ന രംഗം ബൈബിളിൽ നമ്മൾ കാണുന്നതാണ്. അപ്പം അങ്ങനെ ഒരുപാട് സാമ്യങ്ങൾ. ഇനി നമുക്ക് പത്രോസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, 2 പത്രോസ് 3-ാം അധ്യായം 14-ാമത്തെ വചനം, പത്രോസ് തരുന്ന വലിയ ഒരു ഉപദേശം അവിടെ കാണാൻ പറ്റും. കറയും കളങ്കവും കൂടാതെ സമാധാനത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ നന്നായി ഉത്സാഹിക്കുവിൻ. നമ്മുടെ ജീവിതം, അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത് പത്രോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. കറയും കളങ്കവും കൂടാതെ സമാധാനത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹിക്കുക. പണം ഉണ്ടാക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ ഉത്സാഹിക്കുന്നതിനേക്കാൾ ഈ ഒരു കാര്യത്തിൽ ഉത്സാഹം വേണം. 2 പത്രോസ് 3:14-ാമത്തെ വചനം. പത്രോസിന് സംഭവിച്ചെന്താണെന്നറിയാം. നീറോ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടു. ഇനി പത്രോസിൻ്റെ എളിമ കൊണ്ട് പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ ഗുരുനാഥൻ കിടന്നതുപോലെ കിടക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഒരു കാര്യം ചെയ്യണേ, കുരിശിൽ തറച്ചു കഴിയുമ്പോൾ തല കീഴാക്കി വെക്കുക. അപ്പോൾ നമ്മൾ കാണുന്നു, തല കീഴാക്കിയ പത്രോസ്. വീണ്ടും നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, പൗലോസിൻ്റെ പഠനം, പൗലോസിൻ്റെ മരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മെ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ക്രിസോസ്റ്റം അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, പൗലോസിൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെയായിരുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം നോക്കി, ആ ജീവിതത്തിൻ്റെ ഗുണമേന്മ യേശുവിൻ്റെ ഹൃദയം പോലെയായിരുന്നു പൗലോസിൻ്റെ ഹൃദയവും. ഗലാത്യർ 2:20 നമുക്കറിയാം, പൗലോസ് പറഞ്ഞൊരു കാര്യം, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അങ്ങനെ സ്വയം ശൂന്യവൽക്കരിച്ച് യേശു അവനിൽ നിറയുന്ന ആ ഒരവസ്ഥ പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. 2 കൊരിന്തോസ് 11-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ പൗലോസിനുണ്ടായ സഹനങ്ങളെക്കുറിച്ച് അവിടെ കാണാൻ പറ്റും. എണ്ണമറ്റ പ്രഹരം, കാരാഗ്രഹവാസം, ചാട്ടവാർ അടി,
വടികൊണ്ടടിക്കപ്പെട്ടത്, കല്ലെറിയപ്പെട്ടത്, ഇങ്ങനെ ഒരു ലിസ്റ്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം സഹനങ്ങൾ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ. 2 കൊരിന്തോസ് 4 അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവിധത്തിലും ഞങ്ങൾ ഞെരുക്കപ്പെട്ടു, പക്ഷേ തകർക്കപ്പെട്ടില്ല. സഹനങ്ങൾ നമ്മളെ തകർത്ത് കളയണമെന്നൊന്നുമില്ല. എത്ര വലിയ സഹനം വന്നാലും അത് നമ്മുടെ ഉയർച്ചയ്ക്ക്, ആത്മീയ ഉയർച്ചയ്ക്ക് കാരണമാക്കി മാറ്റാൻ പറ്റും. സ്വർഗത്തിൽ പോകുന്നതിന് അതൊരു ഔഷധമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. AD 57 നമ്മൾ കാണുകയുണ്ടായി, 2 വർഷക്കാലം ജയിലിൽ കിടന്നവനാണ് പൗലോസ്ലീഹ. AD 67 ഇവൻ്റെ തലവെട്ടുന്ന രംഗം. പൗലോസിൻ്റെ തലവെട്ടി മാറ്റി. ഐഹികം പറയുന്നത് ആ തലവെട്ടി കഴിഞ്ഞപ്പോൾ 3 പ്രാവശ്യം അത് കുതിച്ച് ചാടി. ഓരോ പ്രാവശ്യം ചാടിയ സ്ഥലത്തും ഒരു അത്ഭുത ഉറവ കാണപ്പെട്ടു. അതാണ് പൗലോസിൻ്റെ ആ ഒരു മരണത്തെക്കുറിച്ചും മരണാനന്തരം ഉണ്ടായ അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചും പറയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പത്രോസും പൗലോസും ഒരുപോലെ കർത്താവിനെ സ്നേഹിച്ച്, അതുപോലെ തന്നെ വലിയ അഭിഷേകമുള്ളവരായി ജീവിച്ച് അവർ രക്തസാക്ഷിത്വം വഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള നേട്ടം സഭയ്ക്കുണ്ടായി, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായി. നമ്മളും ഇതുപോലെ സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കാനും കാഴ്ചവെക്കാനും തയ്യാറാകുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമുക്കും സാധിക്കുമെന്നുള്ള ആ ഒരു ബോധ്യം കിട്ടാൻ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മതപീഡനങ്ങൾ അവസാനിക്കാൻ ഒരു കോമൺ നിയോഗമായിട്ട് ആ ഒരു നിയോഗം വെച്ച് നമുക്കിനി ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് അരുൾ ചെയ്ത യേശുനാഥ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഏറ്റെടുത്ത സഹനങ്ങളും അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് അവയെല്ലാം രക്ഷാകര സഹനമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ലജ്ജിക്കാതിരിക്കാനും അത് കണ്ട് പരിഭ്രമിക്കാതിരിക്കാനും ഞങ്ങളെ ആത്മീയ കരുത്തുള്ളവരാക്കണമേ. ശുദ്ധമായ സഹനത്തിലൂടെ ശുദ്ധമായ വിവേകം കൈവരിച്ച് സ്വർഗീയോന്മുഖ ജീവിതം നയിക്കാനും വിശുദ്ധിയിൽ വളരാനും നിത്യമഹത്വം പ്രാപിക്കാനും ഞങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.